SKSS പുതുക്കോട് യൂണിറ്റ് സഹചാരി സെൻറ്ററിന് വാങ്ങിയിട്ടുള്ള വാട്ടർ ബെഡാണിത്. ഇത് ഞങ്ങൾ വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ടോട്ടൽ 2460 രൂപയാണ് ഇതിനായത്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇത് ആര് യൂസ് ചെയ്യണം എന്നുള്ളത് ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ചെയ്യേണ്ടത്. ചിലർക്ക് എയർ ബെഡ്, ചിലർക്ക് വാട്ടർ ബെഡ്, അങ്ങനെയൊക്കെയാണ് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കാറുള്ളത്. എന്തായാലും കിടപ്പ് രോഗികളായ ആളുകൾക്ക് അവരുടെ സ്കിന്ന് അതുപോലെ എല്ലിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയും ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് സാധാ ബെഡിൽ നിന്ന് വ്യത്യസ്തമായി എയർ ബെഡും വാട്ടർ ബെഡൊക്കെ ഡോക്ടേഴ്സ് നിർദ്ദേശിക്കാറുള്ളത്. അത് ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്യുക. ഇത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലൊരു ലോഹ ഹോൾ ഉണ്ടാകും സൈഡിലായിട്ട്. അതിൽ ആ ഹോളിലേക്ക് നമ്മൾ പൈപ്പ് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. നമ്മൾ അടുത്ത് പൈപ്പ് ഉണ്ടെങ്കിൽ അതിനോട് കണക്ട് ചെയ്യുക. ഇതിൻ്റെ കൂടെ നമുക്കൊരു ചെറിയൊരു പൈപ്പും ഒരു കണക്ടറും തരാറുണ്ട്. പക്ഷെ അതൊന്നും പര്യാപ്തമല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, എക്സ്ട്രാ ഒരു ഹോസ് എടുത്തിട്ട് നമ്മൾ പൈപ്പിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിതിലേക്ക് വെള്ളം കയറ്റി കൊടുക്കുകയാണ് വേണ്ടത്. ഇനി വെള്ളം എത്ര വേണ്ടതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ താഴത്ത് മുട്ടാനും പറ്റില്ല, എന്നാൽ ഓവറായിട്ട് ടെമ്പറായിട്ട് നിൽക്കാനും പറ്റില്ല. ആ ഒരു ലെവലിലാണ് നമ്മൾ ഇതിൽ വെള്ളം നിറക്കേണ്ടത്. ഇപ്പം ഞാൻ പ്രസ് ചെയ്തപ്പം നിലത്ത് മുട്ടിയിട്ടാണുള്ളത്. ഇപ്പോൾ ഓക്കെ, ഇപ്പം പ്രസ് ചെയ്യുമ്പം നിലത്ത് മുട്ടുന്നില്ല, എന്നാൽ ഓവർ ടെമ്പറും വന്നിട്ടില്ല. ഈ അവസ്ഥയിലാണ് നമ്മളിതിൽ വെള്ളം നിറക്കേണ്ടത്. ഇപ്പം രോഗിക്ക് കംഫർട്ടായിട്ട് കിടക്കാനുള്ള ഒരു രൂപത്തിലേക്ക് ആയിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ഇടയിൽ വരുന്ന ഒരു ഭാഗമാണ് വരുന്നത്. ഇത് ഒഴിവാക്കാൻ വേണ്ടി ഇതിലിപ്പോൾ എന്തെങ്കിലും രോഗിക്ക് എന്തെങ്കിലും ഡിസ്കംഫർട്ട് വരികയാണെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്കൊരു തുണി എന്തെങ്കിലും വെച്ച് കൊടുക്കുകയാണെങ്കിൽ സുഖമായിട്ട് കിടക്കാൻ പറ്റും. ഇനി നമുക്കിതിൻ്റെ ബെഡിൻ്റെ ഉപയോഗം കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള വെള്ളം പുറത്ത് കളയാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു അടപ്പ് ഓപ്പൺ ചെയ്ത് ബക്കറ്റ് താഴെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് വെള്ളം അങ്ങനെ പോയിക്കോളും. അതേപോലെ രണ്ട് സൈഡും നമുക്കങ്ങനെ ചെയ്യാം. ഇതിൻ്റെ കൂടെ ഒരു പീസ് ക്ലോത്തും അതുപോലെ ഗമ്മും കിട്ടുന്നുണ്ട്. എന്തെങ്കിലും ഡാമേജ് വരികയാണെങ്കിൽ നമുക്കിതിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം.